നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 100 ദിവസം കഴിഞ്ഞു. ഇതുവരെ ആക്രമണത്തിൽ അയവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇസ്രായേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് ഇരട്ടിയായി ഹമാസും പ്രത്യാക്രമണം ഇസ്രായേൽ സേനയ്ക്ക് നേർക്ക് നടത്തുന്നുണ്ട്. ഹമാസിന്റെ ഉന്മൂലനം ചെയ്യലാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഹമാസിനെ തൊടാനോ അവരുടെ ഒളിത്താവളങ്ങളോ ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെ കണ്ടെത്താൻ കൂടി സാധിച്ചിട്ടില്ല. ഒഴിഞ്ഞ തുരങ്കങ്ങൾ മാത്രമാണ് അവർക്ക് ഇതുവരെ കണ്ടെത്താനായത്. ഹമാസ് സേനയുടെ കണക്കുകളോ ആയുധബലമോ ഒന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായാണ് ഹമാസ് ഇസ്രായേലിനെതിരെ പോരാടുന്നത് എന്ന് ചുരുക്കം. ചെറുത്തുനിൽപ്പിന് പറ്റില്ല എങ്കിൽ കൂടിയും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിൽ നടത്തുന്നത്. യുദ്ധം ഇനിയും തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ തെക്കൻ ഗാസയിലേക്ക് കൂടി യുദ്ധം വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗാസയിൽ നിന്നും പലായനം ചെയ്ത കുറേയേറെ ആളുകളാണ് തെക്കൻ ഗാസയിൽ തിങ്ങിപ്പാർക്കുന്നത്. ഇപ്പോൾ ആക്രമണം അവിടെയും കൂടി വ്യാപിച്ചതോടെ ജനങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. യുദ്ധം ഇങ്ങനെ രൂക്ഷമായി തുടരുമ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കൂടി വരികയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വരെ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ മാത്രമല്ല, ഇസ്രായേലി മന്ത്രിമാരടക്കം രൂക്ഷ വിമർശനമാണ് നെതന്യാഹുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മന്ത്രിസഭയിലടക്കം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെയാണ് യുദ്ധം തുടരുമെന്ന നിലപാടുമായി നെതന്യാഹു മുന്നോട്ട് പോകുന്നതും. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് വീണ്ടും നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കാൻ ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണമെന്നും ലാപിഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെടുക്കണം. എത്ര വേദനാജനകമായാലും ഏത് കരാറിനും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഞാൻ നെസറ്റിലും പ്രധാനമന്ത്രിയോട് വ്യക്തിപരമായും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലാപിഡിനെ ഉദ്ധരിച്ച് GLZ റേഡിയോ പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെതിരായ യുദ്ധം സർക്കാർ മോശമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും യെയർ ലാപിഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. എന്തിനേറെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പിന്തുണ നൽകുന്ന അമേരിക്ക വരെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടിയും നെതന്യാഹു മുഖം തിരിഞ്ഞ നിലപാടാണ് ഇതിലെടുക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ടാണ് നെതന്യാഹു ഇപ്പോൾ ഉള്ളത് എന്നത് സാരം. നെതന്യാഹു കരുതുന്ന പോലെയല്ല ഹമാസിന്റെ ഉന്മൂലനം അത്രയ്ക്ക് എളുപ്പമല്ല. സേനാബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഇസ്രായേൽ കരുത്തരാണെന്ന് വാദിക്കുമ്പോഴും ആ കരുത്തർ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ലോകം അറിയുന്നത്. ഇസ്രായേൽ സേന ദുർബലരാകുകയാണ് ഗാസയിൽ. എന്നിട്ട് പോലും നെതന്യാഹു സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലാണ് പോക്കെങ്കിൽ എന്തായാലും നെതന്യാഹു രാജ്യത്ത് ഒറ്റപ്പെടും. കാരണം ഇപ്പോൾ തന്നെ മന്ത്രിമാരും അവിടെയുള്ള ജനങ്ങളും അടക്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ വിജയം ഇസ്രായേലിന് സാധ്യമല്ല എന്നറിഞ്ഞിട്ട് കൂടിയാണ് നെതന്യാഹു ഈ നിലപാടെടുക്കുന്നത്. ഹമാസിന്റെ സമ്പൂർണ്ണ വിജയം എന്നത് നെതന്യാഹുവിന്റെ ദിവാസ്വപ്നം മാത്രമാണ്. അതിനാൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള വഴികളാണ് നെതന്യാഹു ആദ്യം കണ്ടെത്തേണ്ടത്. അല്ലാതെ ഹമാസ് ആണെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയാൽ ബന്ദികളെ കിട്ടില്ലെന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യുന്ന സൈനികരെ വരെ നഷ്ടമാകും എന്നത് ഉറപ്പാണ്.